മീനിനെ പിടിക്കുക, തിരിച്ച് പുഴയിലേക്ക് തന്നെ ഇടുക. ആഹാ, എന്ത് നല്ല ആചാരം. 26 മീനുകളെയാണ് ഈ 2 പേർ ചേർന്ന് പിടിച്ചതും എന്റെ കൺമുൻപിൽ വെച്ച് തന്നെ കുളത്ത് എല്ലാം ഊരി തിരിച്ച് പുഴയിലേക്ക് തന്നെ ഇട്ടതും. നാട്ടിൽ ചൂണ്ടയിട്ട് മീനിനെ കിട്ടിക്കഴിഞ്ഞാൽ ചട്ടിയിലാക്കി വറുത്തടിക്കുന്ന ശീലമുള്ള എനിക്ക് ഇത് കണ്ടപ്പോൾ അത്ഭുതമായി. ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് ഈ ചൂണ്ടിട്ട് മീൻ പിടിച്ചിട്ട് തിരിച്ച് അതിനെ തുറന്നു വിടുന്നതെന്ന്. സിനോജെ, ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്, നീ കൂടെ പോരുന്നുണ്ടോ? 2 ബ്രിട്ടീഷുകാർ ഫ്രണ്ട് എന്നെ ഫോൺ വിളിച്ച് ചോദിച്ച ചോദ്യം. ഞാൻ പറഞ്ഞു, ഞാൻ വരാല്ല, അതിനെന്താ കുഴപ്പം. ഞാൻ അങ്ങനെ പോയതാണ് ഇവരുടെ കൂടെ. ടെസ്കോയുടെ ഒരു വലിയൊരു കവർ കൊടുത്ത് ഞാൻ ബാഗിലിട്ടു, കാരണം മീനെ കൊണ്ടുവരില്ലാന്ന് വിചാരിച്ചിട്ട്. ചെന്നപ്പോഴാണ് കോമഡി മനസ്സിലായത്. 53.5 കിലോ വരെയുള്ള മീനിനെ ഇവർ പിടിച്ചിട്ടുണ്ടത്രേ. പക്ഷെ അതിനെയെല്ലാം തന്നെ തിരിച്ച് വിടുകയാണ് ചെയ്തതത്രേ, വീട്ടിൽ കൊണ്ടുപോയില്ലെന്ന്. അതാണ് പ്രൊഫഷണൽ ചൂണ്ടയിടലെന്ന്. ഇതൊരു വല്ലാത്ത പ്രൊഫഷണൽ ചൂണ്ടയിടലായിപ്പോയി. എൻ്റെ ഒരു ദിവസം അങ്ങോട്ട് പോയി കിട്ടി. ആ ടെസ്കോന്റെ കവറ് ബാഗിൽ തന്നെ, അത് കാണിച്ചില്ല ഞാൻ അവരെ. രാവിലെ 7 മണിക്ക് ചൂണ്ടിടാനായിട്ട് ഈ പുഴയുടെ സൈഡിൽ വന്നിരുന്നതാണ്. അത് നല്ല തണുപ്പത്ത്. ഈ ഒരു സൗണ്ട് കേൾക്കണണ്ട. ഈ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അറിയാം മീൻ കൊത്തി തുടങ്ങിയെന്ന്. ഈ ഒരു സൗണ്ട് കേട്ടാൽ അറിയാം മീൻ എരനെ എടുത്തിട്ടുണ്ടെന്ന്. നേരെ ചൂണ്ടെടുത്ത് പൊക്കുക, മീനിങ്ങനെ വലിച്ചടിപ്പിക്കുക, വലയിൽ കോരിയെടുക്കുക, എന്നിട്ട് കുളത്ത് ഊരിയെടുക്കുക, മീനിനെ തിരിച്ച് വെള്ളത്തിലേക്ക് ഇടുക. ആഹാ, എന്ത് രസം. ഇവരുടെ ചൂണ്ടയിലെ കുളത്തിൽ ഒടക്കില്ല കേട്ടോ, അതുകൊണ്ട് മീനിന് കാര്യമായിട്ട് അങ്ങനെ വേദന എടുക്കൂല. എന്നാലും ചെറിയൊരു തൊള്ള വായിൽ എവിടെയെങ്കിലും കിട്ടും. ഇതൊരു കോമ്പറ്റീഷൻ പോലെയാണ്. 2 പേരിരുന്ന് ചൂണ്ടിടും, എന്നിട്ട് എനിക്കൊന്ന്, എനിക്ക് 2, എനിക്ക് 4, ഇങ്ങനെ ഇത്രയും മീൻ കിട്ടിയെന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരിക്കും. എന്നിട്ട് വലിയ മീനിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് തന്നെ കാണിച്ചു തന്നു. 50 കിലോ ഉള്ള മീൻ ഞാൻ പിടിച്ചാണ്, 35 കിലോ ഉള്ളത് ഞാൻ പിടിച്ചാണ്. ഈ മീനിനെല്ലാം പിടിച്ചിട്ട് അവർ തൂക്കി നോക്കും, തൂക്കി നോക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇടും. കാരണം റെക്കോർഡ്, ആർക്കാണ് ഏറ്റവും കൂടുതൽ റെക്കോർഡ് കിട്ടണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കിലോ വെയിറ്റ് എടുക്കുന്നത്. ഇത് കണ്ട, പുള്ളി പിടിച്ച വലിയ മീനിന്റെ പിക്ചറാണ് ഈ കാണുന്നത്. ഇതിനെ തിരിച്ചു വിട്ടു പുഴയിലേക്ക് തന്നെ, എടുത്തില്ല അവര്. പിന്നെ കുളത്ത് കണ്ടല്ലോ, ഇതിൽ ഉടക്കില്ല. അത് കാരണം മീറ്റിന് കാര്യമായിട്ടുള്ള മുറിവൊന്നും പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. പല ടൈപ്പ് കുളത്തുകളാണ് ഇവരുടെ കയ്യിലുള്ളത്. ഇവരുടെ 2 പേരുടെയും ഇത്രയും വർഷക്കാലത്തെ ചൂണ്ടയിടൽ മത്സരത്തിൽ ഒരു മീനിനെ പോലും വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല, ഒരു മീനിനെ പോലും കൊന്നിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇരയിട്ട് മീനെ പിടിച്ചിട്ട് തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ കൊല്ലാതെ ഇടണം, അത് പോയി ജീവിക്കട്ടെ. അതാണത്രേ പ്രൊഫഷണൽ കാസ്റ്റിംഗ്. ഇവർ പറഞ്ഞതാണ് കേട്ടോ. ഇങ്ങനെ മീനിനെ പിടിച്ചിട്ട് തിരിച്ച് പുഴയിലേക്ക് തന്നെ ഇടുന്ന ഈ ഒരു ആചാരത്തെയാണോ ഇവിടത്തെ ചൂണ്ടയിടൽ എന്ന് പറയുന്നത്? എനിക്കറിയില്ല, നിങ്ങൾക്കറിയാമോ?